ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. നിയമവും പ്രതിഭാസങ്ങളും പറഞ്ഞു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശക്തി നിയമത്തെക്കുറിച്ചാണ്. ശരീരത്തിന്റെ ശക്തി എന്നുള്ളത് ചൈതന്യത്തിന് ആനുപാതികമായിരിക്കും എന്നുള്ളതാണ് ഈ നിയമം പ്രധാനമായിട്ടും പറയുന്നത്. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. The law of power states that the body reactions match the level of vitality. ശരീരത്തിന്റെ ജീവന്റെ ശക്തി നിയമവും പ്രതിഭാസങ്ങളും, ജീവനുള്ള ശരീരത്തിലെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമായി ശക്തി എപ്പോഴും അതിന്റെ ജീവനുള്ള ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ശക്തി എപ്പോഴും അതിന്റെ ചൈതന്യത്തിന് ആനുപാതികമായിരിക്കും. ഇതാണ് ജീവന്റെ ശക്തി നിയമം. ശരീരത്തിന്റെ ഉള്ളിലെ ജീവശക്തിയുടെ അളവിനനുസരിച്ചാണ് അത് പ്രതികരിക്കുന്നത് എന്നും ആ മാറ്റങ്ങൾ അളക്കേണ്ടത് ശരീരത്തിന്റെ ശക്തി അനുസരിച്ച് ആണെന്നും അല്ലാതെ പുറത്തു നിന്നുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലല്ലെന്നും ഈ നിയമം വ്യക്തമാക്കുന്നു. ഈ നിയമപ്രകാരം ഒരേ ഔഷധമോ ഉത്തേജനമോ കാരണമോ ചൈതന്യം കൂടുതലുള്ള ശരീരത്തിൽ തീവ്രമായ ഫലങ്ങളും ചൈതന്യം കുറഞ്ഞ ശരീരത്തിൽ ലഘുവായ ഫലങ്ങളും ഉണ്ടാക്കുന്നു. പ്രായമായവരെക്കാൾ യുവാക്കളിൽ രോഗലക്ഷണങ്ങൾ കൂടുതൽ തീവ്രമായി കാണപ്പെടുന്നത് അവരിൽ ചൈതന്യം കൂടുതലായതുകൊണ്ടാണ്. ദുർബലമായ ശരീരങ്ങൾ അമിതമായ പ്രതികരണങ്ങളോ തളർച്ചയോ തകർച്ചയോ കാണിക്കുന്നു. ശക്തമായ ശരീരങ്ങൾ നിയന്ത്രിതമായ പ്രതികരണങ്ങളിലൂടെയും വേഗത്തിലുള്ള രോഗവിമുക്തിയിലൂടെയും പ്രതികരിക്കുന്നു. പനിയുടെ തീവ്രത, വീക്കം, വേദന, പ്രതിരോധശേഷി എന്നിവയെല്ലാം ചൈതന്യത്തിന്റെ അളവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലഭ്യമായ ഊർജത്തിനപ്പുറം ശരീരം ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. കൂടാതെ അതിന്റെ പ്രതികരണത്തിന്റെ ശക്തിയിലൂടെ അത് സ്വന്തം അവസ്ഥയെ എപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മള് ഈ നിയമത്തെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ നമ്മുടെ പൗരാണികമായ നമ്മുടെ അമൃത സങ്കല്പമൊക്കെ ഉണ്ടല്ലോ, ഈ സങ്കല്പമൊക്കെ പോയി കിട്ടും. ഔഷധങ്ങളുടെ മുകളിൽ നമുക്കുള്ള ഒരു വല്ലാത്ത ഒരു പ്രതീക്ഷ, വിശ്വാസം, അതെല്ലാം പോകാൻ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. അതേസമയം യഥാർത്ഥത്തിൽ ശരീരത്തിന് ജീവന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രാണന്റെ ഒരു ചാലനം അതെന്തെന്ന് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് വല്ലാതെ ഉപകരിക്കും. ഓക്കെ, അപ്പോ ദ ലോ ഓഫ് പവർ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബോഡി റിയാക്ഷൻസ് മാച്ച് ദ ലെവൽ ഓഫ് വൈറ്റാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിലെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് വെറും ചാലക ശക്തി മാത്രമല്ല എന്ന് നമുക്കറിയാം. അത് ശരീരത്തിന്റെ ഒരു ഘടനയാണ്, ശരീരത്തിന്റെ ഒരു ക്രമീകരണമാണ്, ഒരു സജ്ജീകരണമാണ്. അതിലൂടെ പ്രപഞ്ചപ്രാണൻ ഒഴുകുന്ന സമയത്ത് ശരീരത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന, ശരീരം വെളിപ്പെടുത്തുന്ന ചാലകത്വമാണ് ഈ ചൈതന്യം എന്ന് പറയുന്നത്. അല്ലാതെ അത് മറ്റേ എനർജിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന രീതിയിൽ ബാറ്ററിയിൽ നിന്നും എനർജി വരുന്നതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതല്ല. ആ ടോട്ടൽ വാട്ടേജ് എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ആ ടോട്ടൽ വാട്ടേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ശരീരത്തിന്റെ ഇറസിസ്റ്റൻസ് ഉള്ള ഒരവസ്ഥ, അതിലൂടെ ശരീരത്തിന് പ്രപഞ്ചപ്രാണന്റെ ഒഴുക്ക്, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു സ്വതന്ത്ര സജ്ജീകരണമാണ്. അതിൽ എഡി കറന്റ് ലോസോ ഹിസ്റ്റീരിസിസ് ലോസോ ഒന്നുമില്ലാതെ, മറ്റ് നഷ്ടങ്ങളൊന്നുമില്ലാതെ ഇത് പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് ഈ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ചൈതന്യം എന്ന് പറയുന്നത് എത്രയാണോ അതിന് ആനുപാതികമായിരിക്കും ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ശക്തി. ഇതിനെയാണ് നമ്മൾ ശക്തി നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പവർ എന്ന് പറയുക. ശരീരത്തിന്റെ ഉള്ളിലെ ജീവശക്തിയുടെ അളവിനനുസരിച്ചാണ് അത് പ്രതികരിക്കുന്നത് എന്നും ആ മാറ്റങ്ങൾ അളക്കേണ്ടത് ശരീരത്തിന്റെ ശക്തി അനുസരിച്ചാണെന്നും അല്ലാതെ പുറത്തു നിന്നുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെന്നും ഈ നിയമം വ്യക്തമാക്കുന്നു. പുറത്തു നിന്നുള്ള വസ്തുക്കള് അല്ല പുറത്തു നിന്നുള്ള ഘടകങ്ങള്, ഇപ്പോ നമുക്ക് ബോൺവിറ്റ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ശക്തിമത്താവും എന്ന് പറയുന്നു. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് നമ്മൾ പറയുന്നു. ബൂസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനർജി ഉണ്ടാവുക എന്നുള്ളത് ആണ് ഇതിവിടെ ചോദ്യം ചെയ്യുന്നത്. ബൂസ്റ്റ് എന്നല്ല, ഏത് ഭക്ഷണ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാകും എന്ന് പറയുന്നത് സത്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത്
നിങ്ങൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഏജന്റ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ശക്തിയും ഉണ്ടാവില്ല. ഇപ്പോ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നു. സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം സ്റ്റിറോയിഡിന്റെ മുകളിലുള്ള പ്രവർത്തനമാണ് സ്റ്റിറോയിഡിന്റെ ശക്തിയാണ് ആയി കാണുന്നതെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇവിടെ അപ്പോ സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കാണിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അതും എന്താണ്? അതും ചൈതന്യമാണ്. നിങ്ങളുടെ ചൈതന്യത്തിന് ആനുപാതികമായിട്ടാണ് ശക്തി വരിക. ഇപ്പൊ കുട്ടികളില് വളരെ ശക്തമായിട്ടായിരിക്കും അസുഖങ്ങൾ വരിക, അല്ലെ പനി വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട്, എന്ത് വന്നു കഴിഞ്ഞാലും ശക്തമായിട്ടാണ് വരിക. കാരണം എന്താ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പ്യുവറാണ്. അതിനകത്തേക്ക് ഇംപ്യൂർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ഇംപ്യൂർ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോ വെളിയിൽ നിന്നുള്ള എത്താത്ത കൊണ്ട് തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് ശുദ്ധമായി പ്രവർത്തിക്കും. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ ചൈതന്യം കൂടുതലാണ്. ആ ചൈതന്യം കൂടുതലായതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായി പ്രതികരിക്കും. അപ്പോ അകത്തുള്ള ജീവശക്തിയുടെ അളവിനനുസരിച്ചാണ് ശരീരം പ്രതികരിക്കുക. അവിടെ ഈ മാറ്റങ്ങളെ അളക്കേണ്ടത് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഏജന്റ് പോയിട്ടാണ് എന്നുള്ളത് രീതിയിൽ നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഇത് ഈ നിയമം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോ ഒരു ശരീരത്തിലേക്ക് ഒരു ഔഷധമോ ഉത്തേജകമോ അല്ലെങ്കിൽ കാരണമോ ശരീരത്തിനകത്ത് കയറിയെന്നിരിക്കട്ടെ, കയറിയാൽ ഉറപ്പായിട്ടും ശരീരം അതിനോട് പ്രതികരിക്കും. ഒരു ഉത്തേജകം കയറിയാൽ ശക്തമായിട്ട് പ്രതികരിക്കും. പിന്നെ ഔഷധം കയറിയാൽ ഔഷധത്തിനനുസരിച്ച് പ്രതികരിക്കും. അല്ലെങ്കിൽ ഒരു കാരണം, ഒരു മെന്റൽ റീസൺ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ റീസൺ ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാളുടെ ശരീരത്തിൽ കയറുമ്പോഴോ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ കയറുമ്പോൾ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുക. ചൈതന്യം കുറഞ്ഞ ശരീരമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. ചൈതന്യം കുറഞ്ഞ ശരീരത്തിലാകുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യില്ല. പലപ്പോഴും പല കാര്യങ്ങളോടും പ്രതികരിക്കുക പോലുമില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും ഏതെങ്കിലും വഴി എന്തെങ്കിലും പോയാൽ മതി, ഉടനെ തന്നെ അവർക്ക് അസുഖം വരും. അതാണ് കുട്ടികൾക്ക് ഇടയ്ക്കിടെ അസുഖം വരുന്നു നമ്മൾ പറയുന്നത്. യുവാക്കൾക്ക് അസുഖം വരുമ്പോ ശക്തിയായിരിക്കും, അല്ലാത്തപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതാണ് യൗവനത്തിന്റെ കാലത്ത് ഉണ്ടാവുന്നത്. വാർദ്ധക്യത്തിന് വരുമ്പോ തളർന്നു പോകുന്നൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും വരില്ല. അപ്പൊ നാശോന്മുഖമാകുന്ന ഒരു രീതിയിൽ, ഡയറക്ഷനിൽ മാത്രമേ വാർദ്ധക്യത്തിൽ അസുഖം വരുള്ളൂ. നിപ്പിൽ തൊട്ടതിനും പിടിച്ചൊരു അസുഖം വരുന്നതായിരിക്കും കുട്ടിത്തത്തില്. ഒരുവിധം അസുഖങ്ങളൊന്നും വരാതെ വരികയും വരുന്ന സമയത്ത് തീവ്രമായി വരികയും ചെയ്യുന്നതാണ് യുവാക്കളിൽ. അപ്പോ പ്രായമായവരെക്കാൾ യുവാക്കളിൽ രോഗലക്ഷണങ്ങൾ കൂടുതൽ തീവ്രമായി കാണപ്പെടുന്നത് അവരിൽ ചൈതന്യം കൂടുതലായതുകൊണ്ടാണ്. ദുർബലമായ ശരീരങ്ങൾ അമിതമായ പ്രതികരണങ്ങളോ തളർച്ചയോ തകർച്ചയോ കാണിക്കുന്നു. തളർച്ച അല്ലെങ്കിൽ തകർച്ച. പിന്നെ ചിലത് അമിതമായ പ്രതികരണങ്ങൾ കാണിക്കും, ചിലപ്പോൾ പ്രതികരിക്കാതെ നിന്നും വരും. ഇതാണ് ദുർബലമായ ശരീരങ്ങളുടെ ഒരു അവസ്ഥ. ശക്തമായ ശരീരങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ദുർബലമായ ശരീരത്തിന്റെ പ്രതികരണം എന്ന് വെച്ചാൽ ഇപ്പൊ IBS ഉള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, വയറിളക്കം വന്നാൽ നിൽക്കൂല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോസ്ട്രേറ്റിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൂത്രം നിൽക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അമിതമായ പ്രതികരണം എന്ന് പറയുന്നത്. അതേസമയം ശക്തമായ ശരീരം, അതായത് യൗവനത്തിലുള്ള ശരീരമാണെന്നിരിക്കട്ടെ, നിയന്ത്രിതമായ പ്രതികരണങ്ങളായിരിക്കും. റെസ്പോണ്ട് ചെയ്യുന്നത് പോലും മെച്ചുവേർഡ് ആയിട്ടായിരിക്കും. ശരീരം അതിന് വേണ്ടുന്നിടത്ത് ആവശ്യത്തിന് മാത്രം റെസ്പോണ്ട് ചെയ്യും, അല്ലാത്തപ്പോൾ ആ എനർജി ചെലവാക്കാതിരിക്കുകയും ചെയ്യും. പിന്നെ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യും ഈ യൗവനത്തിലുള്ളവർ. വാർദ്ധക്യത്തിലുള്ളവർക്ക് അത് ക്രോണിക് ഡിസീസ് ആയിട്ട് കലാകാലം, ഏതെങ്കിലും ചെറിയൊരു കാര്യം അത് കുറേ കാലം വലിപ്പിക്കും. യൗവനത്തിൽ അങ്ങനെയല്ല, പെട്ടെന്ന് രോഗമുക്തി ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ രോഗമുക്തി ഉണ്ടാവും, പക്ഷെ രോഗമുക്തിക്ക് വേണ്ടുന്ന ഹീലിംഗ് പ്രോസസ്സിന്റെ കൂടെ കടന്നു പോകുന്നതിനുള്ളിൽ 10 തവണ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. അത് കുട്ടികളുടെ അവസ്ഥ, ആരോഗ്യമുള്ള കുട്ടികളുടെ കാര്യം പറയണം കേട്ടോ. അപ്പോ ഒരു ശരീരത്തിലുണ്ടാവുന്ന പനിയുടെ തീവ്രത എന്ന് പറയുന്നത്, നല്ല പനി വന്നു, പനിയുടെ തീവ്രത, വീക്കമുണ്ടായി, നല്ല വീക്കമുണ്ടായി, അതുപോലെ വേദനയുണ്ടായി, പ്രതിരോധശേഷി, ഇതെല്ലാം ചൈതന്യത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഇവയെല്ലാം പ്രതിഭാസങ്ങളാണെന്ന്. പനി എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്, വീക്കം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, വേദന, പ്രതിരോധശേഷി എല്ലാം പ്രതിഭാസങ്ങളാണ്. ഇതെല്ലാം ചൈതന്യത്തിന്റെ അളവിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ലഭ്യമായ ഊർജമുണ്ടല്ലോ, അതായത് ലഭ്യമായ ചൈതന്യമുണ്ടല്ലോ, അതിനുമപ്പുറത്ത് ശരീരം പ്രവർത്തിക്കുകയില്ല. ഒരു മൃതസഞ്ജീവിനി കൊണ്ടുവന്നു കഴിഞ്ഞാലോ, ഒരു അമൃത് കൊണ്ടുവന്നു കഴിഞ്ഞാലോ, ഒരു ബൂസ്റ്റ് കഴിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിറോയിഡ് കഴിച്ചാലോ ഒന്നും ശരീരം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഊർജത്തിന് അപ്പുറത്തേക്ക് പ്രതികരിക്കില്ല.
പ്രതികരിക്കാൻ കഴിയില്ല. സ്റ്റിറോയിഡ് കഴിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ വരുന്നുവെങ്കിൽ അത് ശരീരത്തിനകത്തുള്ള ഊർജ്ജത്തെ എല്ലാം കൂടെ അവിടെ ഉപയോഗിക്കുന്നതാണ്. അവിടെ ലോ ഓഫ് ഡ്യുവൽ എഫക്ട് എന്നുള്ളത് പറയാൻ പോകുന്ന ഒരു നിയമമുണ്ട്. ഡ്യുവൽ എഫക്ട് വെച്ചാൽ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് ഭയങ്കരമായിട്ട് ലോസ് ആവുകയും ചെയ്യുന്ന വേറൊരു സ്വഭാവമുണ്ട് ശരീരത്തിന്. അതുവഴി ഈ സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവ്, അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പോൾ ലഭ്യമായ ഊർജത്തിനപ്പുറം ശരീരം നിങ്ങൾ എന്ത് തന്നെ കൊടുത്താലും പ്രവർത്തിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ശരീരം ഈ കിട്ടുന്ന ഊർജത്തിനനുസരിച്ച് പ്രതികരിക്കല്ലോ, ഓരോ കാര്യത്തോടും റെസ്പോണ്ട് ചെയ്യല്ലോ. ഈ റെസ്പോൺസ് കാണിക്കുന്നതിലൂടെ സ്വന്തം അവസ്ഥ, എന്റെ വൈറ്റാലിറ്റി എന്ന് പറയുന്ന കാര്യം എത്രത്തോളമാണ് എന്ന കാര്യം ശരീരം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളുടെ ചൈതന്യം, മുഖത്തെ ചൈതന്യം, തേജസ് എന്ന് പറയുന്നത്, ശരീരത്തിന്റെ സ്കിന്നിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്, ഇതെല്ലാം ശരീരം പ്രതികരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ പ്രതിഭാസങ്ങളായിട്ട് പ്രതിഫലിപ്പിക്കുകയാണ് ശരീരത്തിന്റെ ആരോഗ്യം എന്താണെന്നുള്ളത്. നമ്മൾ ബിന്ദു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ബിന്ദു എന്നുള്ള പ്രയോഗം എന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷുവൽ എനർജിയെ കുറിച്ച് പറയുന്നതാണ്, സെക്ഷുവൽ എനർജിയുടെ ഉറവിടത്തെ കുറിച്ച് പറയുന്നതാണ്. ഇത് നിരന്തരം നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ശരീരത്തിന്റെ ചൈതന്യം കുറയും. ചൈതന്യം കുറഞ്ഞ ആളുകളിൽ ഇപ്പോ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 45-50 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവ് വളരെ അങ്ങ് കുറയും. സെക്ഷുവൽ എനർജി എന്നുള്ളത് ശരിയായ രീതിയിൽ സെക്ഷുവാലിറ്റി യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ മറ്റ് ഈ അനുചിതമായ വസ്തുക്കളെല്ലാം കഴിച്ച് ഈ എനർജി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ സെക്ഷുവൽ എനർജി എന്നുള്ളത് വളരെ ചെറുതായിരിക്കും. പ്രോസ്റ്റേറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇത് അവരുടെ ശരീരത്തിൽ കാണാൻ കഴിയും, അവരുടെ മുഖത്ത്, അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയും, അവരുടെ പ്രകടനങ്ങളിൽ കാണാൻ കഴിയും. ഇത് അവരുടെ ശരീരത്തിന്റെ ചൈതന്യത്തിന്റെ ലക്ഷണമാണ്. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ ശരീര ചൈതന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് പ്രകടിപ്പിക്കുന്നുണ്ടാവും, ശരീരം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പോ ശരീര പ്രതിഭാസങ്ങളിലൂടെയാണ് ശക്തിയുടെ അളവ് പ്രതിഫലിപ്പിക്കുന്നത്. ശരീരത്തിന്റെ വാട്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം, ആ വാട്ടേജ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ശക്തിയാണ് ശരീരത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും നയിക്കുന്നത്. ആ ശക്തിക്കനുസരിച്ചാണ് ശരീരത്തിന്റെ എന്തിനോടുമുള്ള പ്രതികരണം. ശക്തി കുറവാണെങ്കിൽ രോഗത്തോട്, രോഗാണുക്കളോട് അല്ലെങ്കിൽ സാഹചര്യങ്ങളോടൊക്കെ തന്നെയുള്ള പ്രതികരണം കുറയ്ക്കും. ഈ ഒരു കാര്യം ബോധ്യമാവുക. അപ്പോൾ ഇതാണ് ശരീരത്തിന്റെ ശക്തി നിയമം എന്ന് പറയുന്നത്. ചൈതന്യത്തിന് ആനുപാതികമായിരിക്കും ശരീരത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ശക്തി നിയമം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തില് ശക്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുക, അതിനെ കൃത്യമായിട്ടൊരു കണക്ക് മനസ്സിൽ സൂക്ഷിക്കുക. ഇത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന അന്വേഷണങ്ങളിൽ നമുക്ക് നടത്താം. അതുവരേക്കും നിരീക്ഷണങ്ങളിലേക്ക് വിട്ടു തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.